അങ്ങനെ കോൺഗ്രസ്സുകാരെ പറ്റി എന്നെ വിളിച്ചു ഞാൻ അവിടെ പോയി എന്നല്ലാതെ അങ്ങനെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ അഭിപ്രായം പറഞ്ഞു. അവരെന്നോട് അഭിപ്രായം പറഞ്ഞത് ഞങ്ങളെ സ്വീകരിക്കാൻ ഞാൻ പറയട്ടെ, ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ചിഹ്നത്തിലൊന്നും മത്സരിക്കാൻ കഴിയില്ല, അതും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് മടങ്ങി പോകുന്നു. അല്ലാതെ വേറെ കൊണ്ട് പറ്റിക്കലൊന്നുമില്ല. എനിക്ക് എല്ലാ പ്രശ്നവുമായി ഇടപെട്ടുകൊണ്ട് ഞാൻ ഈ എന്താ പറയുക ഇത് ചേർന്നപ്പോൾ എനിക്ക് വമ്പിച്ച് പോലും വിജയിക്കണ്ടേ. ഞാൻ അവർ നാട്ടിൽ BJP ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചില്ല, അതുകൊണ്ടല്ലേ ഇവിടെ എത്തിച്ചേർന്നത്. അത് സംശയം ഉണ്ടാ? മെമ്പറായില്ലോ ഇപ്പൊ എന്നെ തോന്നിയിട്ടില്ലേ? അതില്ല, കുഴപ്പമൊന്നുമില്ല. എന്നോട് സ്നേഹിക്കുന്നവരെ കൂടെ നിന്ന് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായമാണോ? എന്റെ അഭിപ്രായമല്ല അത്. നിങ്ങളുടെ മീഡിയ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ അടുത്ത് അത് മീഡിയയുടെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ഞാൻ അന്ന് പറഞ്ഞത് എന്താ, ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്താൻ മത്സരരംഗത്തുണ്ടാകും, അതല്ല ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പ്രതിഷേധിക്കാൻ എന്നെ മോശമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രതികരിക്കണമെങ്കിൽ ഞാൻ മത്സരരംഗത്ത് ഉണ്ടാകണം. നാളെ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകത അതാണല്ലോ. അതെനിക്കറിയാം. അവരുടെ ചിലരുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. ഞാൻ ചില പേരെടുത്ത് പറഞ്ഞപ്പോൾ ഇനി നമ്മുടെ നാട്ടിക മണ്ഡലത്തിൽ വരാൻ പോവാണ്. അതിന്റെ സാധനം മുഴുവൻ കൂടെ പറയണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഭംഗിയായി സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് അത് തോന്നുന്നതാണ്. ഞാൻ ഇതുവരെ ഒരു പാർട്ടിയെ കുറിച്ചും നിങ്ങൾക്ക് തോന്നുന്നതാണ്, എനിക്ക് തോന്നുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കുന്ന എല്ലാ പാർട്ടികളും സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രവർത്തന ശൈലി ഏത് രാഷ്ട്രീയമാകട്ടെ, ഞങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു പ്രസ്ഥാനങ്ങളുടെ താല്പര്യം, ആ പ്രസ്ഥാനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന സമീപനം അവിടുത്തെ പാർട്ടിക്കാർക്ക് അറിയാലോ. അവരോരുത്തർ പറയട്ടെ, ഞാൻ ധിക്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ പാർട്ടിക്കാരും യോജിച്ച് ഒറ്റ കൊടികൾ പോകുന്ന സമയം എന്തിനു വേണ്ടിയിട്ടാണത്? വികസനം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. വികസനം എൻ്റെ പൈസ അല്ലല്ലോ, ജനങ്ങളുടെ പൈസ അല്ലേ. ആ ജനങ്ങളുടെ പൈസ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനുള്ളതാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ എന്നോട് പറഞ്ഞത്, എൻ്റെ പാർട്ടി പറഞ്ഞത്, നമ്മുടെ പാർട്ടി വിട്ട് 10 പൈസ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എന്നോ. അവർക്കാണ് കൊടുക്കാൻ പാടില്ല. പക്ഷെ അതല്ലല്ലോ. നിങ്ങൾ പരിശോധിച്ചോ?